ഹലോ, അങ്ങനെ ഭീഷ്മർ കണ്ടു കേട്ടോ. കടലുണ്ടി ദുരന്തം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഈ സിനിമ മാറുമെന്ന് എനിക്ക് 100% ഷുവറാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ ഇത് എന്ത് കണ്ടിട്ടാണ് ഈ സിനിമ എടുത്തതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടനാണ് എഴുതി സംവിധാനവും ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. എൻ്റെ പൊന്നോ, എന്നതാണ് ഇവർ ചെയ്തു കൂട്ടുന്ന ഈ സിനിമയ്ക്കകത്ത്. ദിവ്യ പിള്ളയെ പിന്നെ കണ്ടോണ്ടെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചോ. ഒരു മറാഠി ആക്ട്രസ് ഉണ്ട്, എൻ്റെ പൊന്നോ അഭിനയിക്കാനേ അറിഞ്ഞൂടാ. अमेरा എന്നങ്ങാണ്ടാണ് പേര്. मी तुम्हाला सांगतो अमेरा, ഈ മലയാളം ഇൻഡസ്ട്രിमध्ये तुम्ही സർവൈവ് नाही करू शकणार. ഈ സിനിമ കണ്ട് പ്രാന്ത് എടുത്തിട്ട് ഇൻ്റർവെല്ലിൽ പോയി മക്ഡൊണാൾഡ്സിൽ പോയി വെളിയിൽ പോയി കഴിച്ചിട്ട് വന്നു. അത്രയ്ക്കും വെറുത്തു പോയി ഞാൻ. എനിക്ക് തോന്നുന്നു വിജയേട്ടൻ ഉണ്ടല്ലോ, ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ 90 കാലഘട്ടത്തിൽ ജീവിക്കുവാണ്. മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിൻ്റെ മ്യൂസിക് എൻ്റെ പൊന്നോ വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാദം. സിനിമയ്ക്കകത്ത് ചില വാളിപ്പ് ഡയലോഗുകളൊക്കെ കാണണം. ഇവിടെ എനിക്ക് 1 മാസത്തേക്ക് കല്യാണം കഴിക്കാൻ തരുമോ, അടുത്ത മാസം നീ കെട്ടിക്കോ. ഈ പടത്തിൻ്റെ സ്മോൾ റിവ്യൂ ആണ്. കംപ്ലീറ്റ് റിവ്യൂ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പോയി കാണുക. പടത്തിനകത്ത് ആവശ്യമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സെന്തിലാണെങ്കിലും സെന്തിലൊക്കെ എന്നാ ഓവറാക്കിയേക്കുന്നത്. ദുരന്തർ സിനിമ കണ്ട് എൻ്റെ ഗൂസ് ബംസ് ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിയിട്ടില്ല. ആ സിനിമ ഞാൻ ഇനി പിന്നെ ഈ ആഴ്ച കാണാൻ പോവാണ്. ആ സിനിമയുടെ ക്രേസ് തീരുന്നതിന് മുമ്പ് നാണ്ടിപ്പം ഭീഷ്മർ ഈ സിനിമ വന്ന് കാണാൻ വന്നു. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്ത മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള സിനിമകൾ എങ്ങനെ എടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പോഴും സംവിധാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് ഒരു ഭാഗം പോലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വെറുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മലങ്കൾട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ബബ്ബപ്പ ഇതിനെക്കാട്ടിയും കൊള്ളാം. ബബ്ബപ്പ എനിക്ക് ഏറ്റവും വളരെ കൂറായിട്ട് തോന്നിയൊരു സിനിമയാണ്, പക്ഷേ അത് ഇതിനെക്കാട്ടിയും കൊള്ളാം. ക്രിഞ്ച് സാധനങ്ങൾ, വളിപ്പ് സാധനങ്ങൾ, അതേപോലെ തന്നെ മ്യൂസിക് ചെയ്തേക്കുന്നത് എന്തുവാണെന്നറിയാമോ? ഈ 90s-ലും 2000-ലൊക്കെ ഒരു സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, 2000-ലുള്ള സിനിമകളിലൊക്കെ കൊടുക്കുന്ന അതേ മ്യൂസിക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതായത് കുറച്ച് പീക്ക് മൊമെൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ മ്യൂസിക്. സെന്തിൽ കൃഷ്ണ പോലീസുകാരനായിട്ടാണ്. എൻ്റെ പൊന്നോ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മണികണ്ഠ രാജൻ ഉണ്ടല്ലോ, മണികണ്ഠ രാജൻ എനിക്ക് തോന്നുന്നു സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്തൊരു പ്രാന്തൻ്റെ വേഷമാണ്. അതും വൃത്തിയായിട്ട് മൂഞ്ചിച്ചിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂർ ഇതിനകത്ത് മറ്റേ ആ ഒരു മറാഠിക്കാരി ആക്ട്രസ് ഉണ്ടല്ലോ, അവളുടെ അപ്പനായിട്ട് വരുന്നതാണ്. അതും മുറി തമിഴാണ് സംസാരിക്കുന്നത്. അതായത് മലയാളവും തമിഴും കലർന്നിട്ട്. എങ്കിൽ ഒന്ന് നിങ്ങൾ തമിഴ് സംസാരിക്കും, ഇല്ലെങ്കിൽ മലയാളം സംസാരിക്കുക. ചാജു കേസും അഖിൽ കവലയൂരാണ് ഇതിനകത്ത് അടുത്ത 2 വാണങ്ങൾ. അവന്മാരാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ റൈറ്റും ലെഫ്റ്റും. പിന്നെ അബു സലീം ഇടയ്ക്ക് വരുന്നുണ്ട് ഡ്രൈവറായിട്ട്. അവൻ്റെ കുറേ ഡയലോഗുകൾ കേൾക്കണം എൻ്റെ പൊന്നോ. അയ്യോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ അല്ലാതെ ഉണ്ണിലാലും ഉണ്ട് ഇതിനകത്ത്. ഈ 2 പേരാണ് ലവേഴ്സ്. ഇവരുടെ ഡബ്ബിങ്ങിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഇത് 2025-ൽ പെട്ടിയിലിരുന്ന സാധനമല്ലേ, പെട്ടിയിലിരുന്നാൽ മതിയായിരുന്നു. എന്തിനാണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോയത് ഞാൻ ആലോചിച്ച് നോക്കുക. എനിക്ക് തോന്നുന്നു ആ ഡബ്ബിങ്ങിൽ കുറേ വിഷയങ്ങളുണ്ട്. ചില ഭാഗങ്ങൾ ഡയലോഗ് ഒരു സൈഡിൽ പോകുന്നു, ഇവർ ബാക്കിൽ ഡബ്ബ് ചെയ്തേക്കുന്നത് അത് വേറൊരു സൈഡ് പോകുന്നു. പാവ ഇന്ദ്രൻ സേട്ടനെ ക്ലൈമാക്സിൽ കൊണ്ടുവന്നൊരു കോമളായി കളഞ്ഞു. ക്ലൈമാക്സിൽ വന്നിട്ട് ഇദ്ദേഹമാണ് മറ്റേ ആ ടൈലൻഡിൽ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് ഇവരുദ്ദേശിക്കുന്നത് സെൻറ്റിമെൻറ്റ് ഉദ്ദേശിക്കുവാണോ? ഈ പടത്തിനകത്ത് ഒരു ഇമോഷൻസും വർക്കൗട്ടായിട്ടില്ല. ആക്ഷൻ ഉണ്ട് ഇതിനകത്ത് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ പൊന്നോ നമുക്ക് ചിരിയാണ് വരുന്നത്, ചിരി. ധ്യാൻ ശ്രീനിവാസനാണ് ഒരു പെണ്ണിനും ചെറുക്കനും കല്യാണം നടത്തി കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനകത്ത് ഇവന് നമ്മുടെ മറ്റേ പെണ്ണിൻ്റെ അപ്പം കുത്തുമ്പോഴത്തേക്ക് ആ പെണ്ണ് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം തന്നെ ഒരു ലോറി വരുന്നു, ആ ലോറിയിൽ കൊണ്ടുപോയി പെണ്ണ് ചാടുന്നു. ഇതേപോലുള്ള സിനിമകൾ സത്യം പറഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിയിൽ നിർത്തലാക്കുക. അതായത് ഇങ്ങനെയുള്ള സിനിമകൾ ഇനി വരരുത്. നമ്മുടെ സമയം കളയാനും. പിന്നെ എനിക്കിത് ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായതാണ്. ഈ സിനിമയെ 5-ൽ ഒരു -1 കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള റിവ്യൂസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം കൊച്ചി. മറക്കാതെ സേവും ഷെയറും ചെയ്യുക. ടേക്ക് കെയർ.